നമുക്ക് ഈ നാടക കാലഘട്ടത്തിലേക്ക് തന്നെ വന്നാൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കൂടെ ആ കാലത്ത് സഹകരിക്കുകയും ചേട്ടൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ആയിട്ടൊരാൾ ഇവിടെ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട്. ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം തിലകൻ ചേട്ടൻ്റെ സുഹൃത്തും നാടക പ്രവർത്തകനുമായ ശ്രീ ജി വി ആനിക്കാടൻ. ഇവിടെ ഈ ഷോയിൽ വരുന്ന സമയത്ത് പറഞ്ഞ് തിലകൻ ചേട്ടനെ ഇപ്പോൾ തിലക എന്ന് വിളിക്കുന്ന ഒരാൾ ഇദ്ദേഹമാണെന്ന് പറഞ്ഞു. അല്ല തിലകൻ എന്നാണ് വിളിക്കുന്നത് അല്ലേ? തിലകൻ ചേട്ടനേക്കാളും നല്ല പ്രായം കൂടി 10-20 വയസ്സിന് മൂത്താണ്. 9 വയസ്സിന് എളുപ്പമാണ് തിലകൻ ചേട്ടൻ ഈ കൊച്ചന്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഏറ്റവും കൂടുതൽ തെറി പറയുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആണോ? കാരണം ഔട്ട്പുട്ട് ഭയങ്കരമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്ത ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ പുറത്തേക്ക് വരുന്ന ഭയങ്കരമാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്പ്രഷൻസൊക്കെ വരും. അങ്ങനൊരു നടൻ്റെ മുഖത്ത് അത്ര നല്ല എക്സ്പ്രഷൻസ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസാണ് ചേട്ടൻ്റെ. ശബ്ദവും അതെ, മെറ്റാലിക് ശബ്ദമാണ്. KG ജോർജിൻ്റെ ഒരു പടത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏത് പടമാണ് ചേട്ടാ ഓർമ്മയുണ്ടാ? പഞ്ചവടിപ്പാലത്തിൽ. അപ്പം ഞാൻ വേറൊരാളിനെ വെച്ച് ഡബ് ചെയ്യിക്കാമെന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ജോർജ് പറയുന്നത് ഞാൻ കേട്ടു, വേണ്ട അദ്ദേഹം തന്നെ വരട്ടെ, ഒരു മെറ്റാലിക് ശബ്ദമാണ്, ആ ശബ്ദം തന്നെ വേണം. അങ്ങനെ ഇദ്ദേഹത്തെ തന്നെ വിളിച്ച് ചെയ്യിച്ചു. എൻ്റെ പ്രൊഫഷണൽ നാടകം എന്ന് പറയുന്ന ഒന്നാമത്തെ നാടകം തിലകൻ്റെ കൂടെയുള്ള 100 പുഷ്പങ്ങൾ വിരിയട്ടെ. ഇല്ല, അത് ഞാനില്ല. അല്ല, എൻ്റെ ഒന്നാമത്തെ നാടകം ആദ്യം കാണുന്ന നാടകം അത് സന്തോഷ് ഡ്രമാറ്റിക് ക്ലബ്ബ് കോട്ടയം. അത് കഴിഞ്ഞ് നമ്മൾ തമ്മിൽ വരുന്ന പാർക്കല ആർ ബാലകൃഷ്ണ പിള്ളയൊക്കെ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ആ നാടകം. ഇദ്ദേഹം അതിന് പാട്ടെഴുതി, ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു പാട്ട്? കോൺഗ്രസ് ഒരു മഹാവണ്ടർ, അതിലേറെ മഹാന്മാരുണ്ട്, അതിനിടയ്ക്ക് കുത്തിത്തിരിപ്പ് കണ്ട ഉടനവനൊരു സസ്പെൻഡ്, ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ. അതേപോലെ പ്ലേ ചെയ്യുന്ന പോലെ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തൊക്കെ പാടും. ഒരു പെൺകുട്ടി സ്വപ്നം കാണുന്നതാണ്, പാവപ്പെട്ടിടത്തെ ഒരു പെണ്ണ് സ്വപ്നം കാണുന്നതാണ്. സ്വപ്നം കണ്ട് ഞാനൊരു സ്വപ്നം കണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടായ സ്വല്പനേരം കൊണ്ടു ഞാനൊരു സ്വപ്ന ദേവതയായി, സ്വപ്ന ദേവതയായി സ്വപ്നം കണ്ടു. 54 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാടകത്തിൽ പാടിയ ഒരു പാട്ടാണ്. ഇന്നത്തെ ലൈറ്റ് മ്യൂസിക്കുമായി നോക്കിയിട്ട് ഒരന്തസ്സ് കുറവില്ല. ആ പെണ്ണ് വീണ്ടും സ്വപ്നം കാണുക, സ്വർഗത്തിനെങ്ങു നിന്നോ ഒരു സ്വർണത്തിൻ്റെ ഇറങ്ങി, സ്വർണത്തിൻ്റെ നിന്നും ഒരു ഗന്ധർവനും ഇറങ്ങി, സ്വപ്നം കണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കളിയായിക്കൊണ്ട് ഒരു ഒരു പാട്ട് പുള്ളി എഴുതി. ചൈനയെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, ഒരു ഒറ്റ ബട്ടനത് തൊട്ടാൽ വർക്കത്തുള്ളൊരു ദേശമങ്ങ് വടക്കുണ്ടി. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നാൽ സ്വല്പം പാടുന്നവനാണ്. അന്നൊക്കെ പാട്ട് ട്യൂൺ ചെയ്യാൻ ആളുകളില്ല, സിനിമാ പാട്ടിൻ്റെ രീതി എടുക്കുക. വർക്കത്തുള്ളൊരു ദേശമങ്ങ് വടക്കുണ്ടേ, സ്വർഗം പോലും നാണിക്കുന്നൊരു നാടാണേ, ഒരൊറ്റ ബട്ടനത് തൊട്ടാൽ വരുമിഷ്ടമുള്ള വക ഒരു കോഴിയൊറ്റ ഒരു ദിവസം 17 മുട്ടയിടും കണിശം. അവിടെ കോഴിയൊറ്റ ഒരു ദിവസം 17 മുട്ടയിടും അതിശയം. റഷ്യയില് ചൈന കോഴി, അവിടെയൊക്കെ പോയി കാണണം. ആണും പെണ്ണും അവിടെ ബന്ധമൊന്നും അവിടില്ല, സംബന്ധമെന്ന പണിയില്ല, നേരെ ബന്ധമൊന്നും അവിടില്ല,
സംബന്ധമെന്ന പണി പകിട പകിട കളി പൊന്നലിയ. 2 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ എത്തിയ ആളായത്. അതെ. ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് വളരെ ക്രൂരനായിട്ടും ഒക്കെയാണ്. അല്ല, അതുപോലെ ഞാൻ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ സ്റ്റുഡിയോയിൽ തിലകനെ പറഞ്ഞു, വളരെ ക്രൂരനാണ്. എവിടാ? സ്റ്റേജിൽ. നേരെ ഡയലോഗ് കൈവെള്ളൽ എഴുതിക്കൊണ്ട് വരും, പിന്നെ കട്ടൻ സൈഡ് കട്ടനിൽ എഴുതി വെക്കും. ആദ്യത്തെ ഒരു അക്ഷരം കിട്ടിയാൽ ഞാൻ മൂവ്മെൻ്റ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുള്ളി എവിടെയെങ്കിലും സംശയം വന്നതുകൊണ്ട് അങ്ങോട്ട് നടന്ന് വെച്ച് തിരിച്ചു വന്ന് കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ പറയാം, പരിപാടി നടക്കില്ല, മര്യാദയ്ക്കെന്ന് പറയണം. അങ്ങനെ ചോദിച്ചു. എല്ലാവർക്കും സ്റ്റാഫിനെല്ലാം പേടിയായിരുന്നു. ഈ ഷോയിൽ വന്നതിന് വളരെ സന്തോഷമുണ്ട്.